വെള്ളപ്പൊക്കം കഴിഞ്ഞിട്ടും വെള്ളക്കെട്ടിൽ നിന്ന് കരകയറാനാകാതെ ഒരു കുടുംബം. ഉപജീവന മാർഗവും അടഞ്ഞതോടെ ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലാണ് ചമ്പക്കുളം സ്വദേശി മുകേഷും കുടുംബവും. എടത്വ ചമ്പക്കുളം പഞ്ചായത്ത് 8-ാം വാർഡിൽ കണ്ടക്കരി 50-ൽ ചിറ മുകേഷ് കുമാറിന്റെ കുടുംബമാണ് 16 ദിവസമായി വെള്ളക്കെട്ടിൽ കഴിയുന്നത്. ചമ്പക്കുളം കൃഷിഭവനിൽപ്പെട്ട ചെമ്പടി ചക്കങ്കരിപ്പാടത്ത് വെള്ളം കയറിയാൽ മുകേഷിന്റെ വീട് വെള്ളത്തിൽ മുങ്ങും. പിന്നീട് മുട്ടോളം വെള്ളത്തിൽ നിന്ന് വേണം ജീവിതം തള്ളി നീക്കാൻ. വീടിനോട് ചേർന്നുള്ള ചായക്കടയും വെള്ളത്തിൽ മുങ്ങുന്നതോടെ കുടുംബത്തിന്റെ ഏക ഉപജീവന മാർഗവും നിലയ്ക്കും. കാലവർഷം എത്തുന്നതിന് മുൻപുണ്ടായ മഴയിൽ തന്നെ മുകേഷിന്റെ വീട് വെള്ളത്തിൽ മുങ്ങിയിരുന്നു. മഴയ്ക്ക് ശമനം വന്നതോടെ കുട്ടനാട്ടിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നുപോലും വെള്ളം പിൻവാങ്ങിയെങ്കിലും മുകേഷിന്റെ വീട് വെള്ളക്കെട്ടിൽ മുങ്ങിയ നിലയിലാണ്. സ്കൂൾ കുട്ടികൾ അടങ്ങുന്ന കുടുംബത്തിന്റെ ദുരിതം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മുട്ടാത്ത വാതിലുകളില്ല. 2018-ലെ പ്രളയം മുതൽ തുടങ്ങിയതാണ് ഈ ദുരിതം. പാടത്ത് കൃഷിയിറക്കുമ്പോൾ മാത്രമാണ് വീട്ടിൽ നിന്ന് വെള്ളമൊഴിയുന്നത്. പാടശേഖര സമിതി ചിങ്ങം 1-ലേക്ക് പുഞ്ചകൃഷി മാറ്റിവെച്ചു. ഇനി കൃഷി തുടങ്ങുന്നതുവരെ ഈ കുടുംബം മുട്ടോളം വെള്ളത്തിൽ ജീവിക്കേണ്ട അവസ്ഥയിലാണ്. മഴയും വെള്ളമായിട്ട് ഇന്ന് 16 ദിവസമായി. ഞങ്ങൾ ഒരാഴ്ച വണ്ടിയല്ലായിരുന്നു. ഞങ്ങൾക്കൊരു പെട്ടിവണ്ടിയുണ്ട്. പെട്ടിവണ്ടി പടുതാ കെട്ടി അതല്ലായിരുന്നു. കുഞ്ഞുങ്ങളെ എൻ്റെ വീട്ടിൽ ഹരിപ്പാട് ഉണ്ടാക്കി. സ്കൂള് തുറന്നപ്പോൾ വിളിച്ചുകൊണ്ട് വന്ന് ഇപ്പം ചേച്ചിയുടെ വീട്ടിൽ വൈകിട്ട് പോകും, രാവിലെ ഇവിടെ വരും, എന്നിട്ട് ഇവിടുന്ന് ഒരുങ്ങി പോകുന്നത്. ഇന്ന് 16 ദിവസമായി ഞങ്ങളിങ്ങനെ കിടക്കാൻ വേണ്ടി. ഏത് പാടശേഖരം? ചക്കങ്കരി. അവരോട് ബന്ധപ്പെട്ടപ്പോ എന്താ പറയുന്നവര്? അവര് പാടക്കാര് പറയുന്ന അവരുടെ മോട്ടറിന്റെ വാടക കൊടുക്കണം, മോട്ടർ നടത്തുന്ന പുള്ളിക്ക് കൂലി കൊടുക്കണം, പിന്നെ കറണ്ട് ബില്ല് അടയ്ക്കണമെന്ന്. നമ്മളെ കൊണ്ട് അങ്ങനെ ഒന്നും ചെയ്യാൻ നമ്മളെ കൊണ്ട് നിവർത്തിയില്ല. എല്ലാരും കൊടുക്കുന്ന കണക്ക് നമ്മളും എന്തേലും തുച്ഛമായിട്ട് എന്തേലും കൊടുക്കാവുന്നുണ്ട്. അല്ല ഇപ്പം നമ്മളിങ്ങനെ കിടക്കണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെ കിടക്കുകയുള്ളൂ രക്ഷ, അല്ലാതെ എവിടെ പോകാന്. ബന്ധപ്പെട്ട അധികാരികളൊന്നും വന്നില്ല? ആരും വന്നില്ല. നമ്മളെല്ലാരോടും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ആരും വന്ന് ഞങ്ങളെ തിരക്കുന്നുമില്ല, ഒന്നുമില്ല. പാടത്തെ വെള്ളം പമ്പിംഗ് നടത്തി വറ്റിക്കാനും തടസ്സമുണ്ട്. വർഷങ്ങളായി പമ്പിംഗ് കുടിശ്ശിക മുടങ്ങിക്കിടക്കുന്നതിനാൽ കർഷകർ സ്വന്തമായി പണമെടുത്തു വേണം പമ്പിംഗ് നടത്താൻ. കൃഷി ചെയ്യാതെ പമ്പിംഗ് നടത്താൻ കൃഷിക്കാർ തയ്യാറാകുന്നുമില്ല. പാടശേഖര പുറമ്പണ്ടിലെ താമസക്കാരുടെ വീടുകളിൽ നിന്ന് വെള്ളം ഒഴിയണമെങ്കിലും അടുത്ത പുഞ്ചകൃഷി സീസൺ വരെ കാത്തിരിക്കണം. കടുത്ത ദുരിതം നേരിടുന്ന മുകേഷും ഭാര്യ ശ്രീകലയും വെള്ളപ്പൊക്കം തുടങ്ങുന്നതോടെ +2 വിദ്യാർത്ഥിയായ മകൾ അഭിരാമിയെയും 10-ാം ക്ലാസ് വിദ്യാർത്ഥിയായ മകൻ അശ്വന്തിനെയും ബന്ധുവീടുകളിലേക്ക് മാറ്റും. പിന്നീട് വെള്ളം ഇറങ്ങിയ ശേഷമാണ് മക്കളെ തിരികെ കൊണ്ടുവരുന്നത്. ഇക്കുറി സ്കൂൾ തുറന്നിട്ടും കുട്ടികളെ കൊണ്ടുവരാൻ കഴിയാത്ത സ്ഥിതിയിലാണ്. മുകേഷിന്റെ വീടിനുള്ളിൽ അരയടിയോളം വെള്ളം ഇപ്പോഴും കെട്ടിക്കിടക്കുകയാണ്. കടയിലും സമാന രീതിയിൽ വെള്ളം കെട്ടിക്കിടപ്പുണ്ട്. ജീവിതമാർഗം നിലച്ചതോടെ കുടുംബത്തിന്റെ നിത്യച്ചെലവ് ബന്ധുക്കളും നാട്ടുകാരുമാണ് വഹിക്കുന്നത്. വെള്ളം ഒഴിയാത്ത വീട്ടിലെ ദുരിതം വാർഡംഗം നേരിട്ടെത്തി ബോധ്യപ്പെടുകയും പഞ്ചായത്ത് പ്രസിഡന്റിനെയും റവന്യൂ ഉദ്യോഗസ്ഥരെയും ധരിപ്പിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോളിയും സ്ഥലം സന്ദർശിച്ചിരുന്നു. ജനപ്രതിനിധികളുടെ സന്ദർശനം മുറയ്ക്ക് നടക്കുന്നതല്ലാതെ നടപടികൾ എങ്ങും എത്തുന്നില്ല. വെള്ളക്കെട്ട് പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ചെങ്ങന്നൂർ.